വടക്കൻ കേരളത്തിലെ കാർഷിക സംസ്കൃത ഭാഗമായിട്ടുള്ള കാളപൂട്ട് മത്സരത്തിൻ്റെ ആവേശകരമായ ഒരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിലമ്പൂർ കരുളായിലെ കൊളങ്ങര കാളപൂട്ട് കണ്ടത്തിൽ നടന്ന കാളപൂട്ട് മത്സരത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഞാനിന്നിവിടെ പ്രിയ പ്രേക്ഷകർക്കായിട്ട് പങ്കുവെക്കുന്നത്. ഈ മത്സരത്തിൽ മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ നിന്നായിട്ട് വന്നിട്ടുള്ള 77 ജോഡി കാളകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ആയിരക്കണക്കിന് കാളപൂട്ട് പ്രേമികളും അതുപോലെ ഇതിൻ്റെ ആരാധകരും ഇതിൻ്റെ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ ഈ കാളപൂട്ട് മത്സരത്തിൽ ഈ കാളകളെ മേച്ചുകൊണ്ട് നടക്കുന്നവർ, ഇതിനെ തെളിക്കുന്നവർ, ഇതിനെ നിയന്ത്രിക്കുന്ന ആളുകളൊക്കെ കൂടിയുള്ള വലിയൊരു ജനാവലി തന്നെ ഈ കാളപൂട്ട് രംഗത്തിന് ചുറ്റും നാട്ടുകാരും പുറത്തു നിന്നുള്ളവരും ദൂരദേശങ്ങളിൽ നിന്ന് വരെ ഈ കാളപൂട്ടിൻ്റെ ആവേശം മൂത്ത് ഇത് കാണാനായിട്ട് വന്ന ഒരുപാട് ദൂരെ നിന്നുള്ള ആളുകൾ വരെ ഈ കൂട്ടത്തിലുണ്ട്. ഇത് ഇവരുടെ ഒരു പാരമ്പര്യമായി കിട്ടിയ ഒരു ആവേശത്തിൻ്റെ ഭാഗമായി വന്നവരും അവരുടെ പുതുതലമുറയൊക്കെ ഈ കാളപൂട്ടിൻ്റെ ആവേശം ചോരാതെ പോകുന്നൊരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ട്രോൺസ് വ്ളോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് ഒന്നാമത്തെ റൗണ്ടാണ്. ഒന്നാമത്തെ റൗണ്ട് എന്ന് പറയുമ്പോൾ ഇത് കാളയെ കണ്ടം കാണിക്കുക എന്ന് പറയും. കാളകളെ ഈ കണ്ടത്തിലിറക്കി, ഇത് പ്രത്യേക തരത്തിൽ തയ്യാറാക്കിയിട്ടുള്ളൊരു കണ്ടാണ്. അപ്പോൾ ഈ കണ്ടത്തിലിറക്കിയിട്ട് കാളകളെ ഇതൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് 2 റൗണ്ട്. മൊത്തത്തിൽ 2 റൗണ്ട് പ്രാഥമിക റൗണ്ട്, അതായത് കാളയെ കണ്ടം കാണിക്കൽ 2 റൗണ്ടും അതിനുശേഷം ഫൈനൽ റൗണ്ട് 3 റൗണ്ടുകളാണ്. അപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ കാളയുടെ ട്രയൽ റണ്ണാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇത് മുഹമ്മദാക്ക കരുവാരക്കുണ്ട് ഭാഗത്തു നിന്നാണ് വരുന്നത്. ഏകദേശം ഒരു 40-45 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് ഈ കാളപൂട്ട് മത്സരം കാണാനായിട്ടുള്ള ആവേശം കൊണ്ട് ഇത്ര ദൂരെ യാത്ര ചെയ്ത് വന്ന ആളാണ്. അങ്ങനെ ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ ഇതേപോലെ മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് ജില്ലകളുടെ പല ഭാഗത്തു നിന്ന് ഇവരുടെ ഈ ഒരു കാളപൂട്ട് മത്സരത്തിൻ്റെ കലണ്ടർ കൃത്യമായിട്ട് ഇവർക്കറിയാം. ഇടക്കാലത്ത് കാളപൂട്ട് മത്സരങ്ങൾ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് വീണ്ടും പുതുതായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. അത് ആവേശം ചോരാതെ ആളുകൾ ഇത് കാണാൻ വേണ്ടി വരികയാണ്. ഈ കാളപൂട്ട് മത്സരത്തിലേക്ക് കാള ഓടുന്നതിനിടയ്ക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയ കാളകളെ അവിടുന്ന് പിന്നെ പിടിച്ചു കൊണ്ടുവന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. മത്സരത്തിൻ്റെ ആവേശം ചോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കാളപൂട്ട് മത്സര സ്ഥലത്തു നിന്നുള്ള ശബ്ദങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അധികം എഡിറ്റ് ചെയ്ത ശബ്ദങ്ങളൊന്നും ഒഴിവാക്കിയിട്ടില്ല. അപ്പോൾ കാളപൂട്ട് കണ്ടത്തിലെ ഈ കാളപൂട്ട് മത്സരം നടക്കുന്ന സ്ഥലങ്ങളിലെ ആവേശം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് അവിടെയുള്ള ആരവങ്ങളും ശബ്ദമയമായിട്ടുള്ള ബഹളങ്ങളും ഒക്കെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മത്സര സംബന്ധമായിട്ടുള്ള നിർദ്ദേശങ്ങളും അതിൻ്റെ അറിയിപ്പുകളൊക്കെ നൽകാൻ വേണ്ടിയിട്ട് ഒരു മൈക്ക് പോയിൻ്റ് ഉണ്ട്. അവിടെയാണ് കമ്മിറ്റി അംഗങ്ങളും കാര്യങ്ങളൊക്കെ അതിൻ്റെ സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പുറകിൽ കാളകളെ നമ്മുടെ ഓട്ട മത്സരത്തിനുള്ള ചെസ് നമ്പർ 1-ാം നമ്പർ, 2-ാം നമ്പർ എന്നിട്ട് ഓരോ ടീമിൻ്റെ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിനനുസരിച്ച് ഓരോ ടീമിലെ കാളകളെ ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കൊണ്ടുവന്ന് വെച്ച് അവിടെ നിന്ന് നുകം, അതുപോലെ കലപ്പ, അതുപോലെ ഈ ചെരുപ്പ് എന്ന് പറയും, ചെരുപ്പ് അല്ലെങ്കിൽ കലപ്പ, ഈ സാധനങ്ങളൊക്കെ കാളകളുടെ നുകം കഴുത്തിലിട്ടിട്ട് ഇവിടെ നിന്നാണ് ഓട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത്.
ഇവിടുന്ന് അന്നുകം തോളിലിട്ട് കയറ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടം തുടങ്ങി. ഇത് സ്പീഡിനനുസരിച്ചാണ്. സ്പീഡ് എന്ന് പറയുമ്പോൾ 1-ാം റൗണ്ട് 2-ാം റൗണ്ട് സ്പീഡും കാര്യങ്ങളും നോക്കുന്നില്ല. പക്ഷേ 3-ാം റൗണ്ട്, അതായത് ഫൈനൽ റൗണ്ടിൽ സെക്കൻഡുകൾ ആണ് ഇതിൽ ഒരു റൗണ്ട് ഓടിക്കുക. അപ്പോൾ 14 സെക്കൻഡ് മുതൽ 13 സെക്കൻഡ്, 14 സെക്കൻഡ്, 18 സെക്കൻഡൊക്കെയാണ് ഓരോ റൗണ്ട് ഓടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഫസ്റ്റ് റൗണ്ടിലേക്ക് ആളുകൾ സമയമെടുക്കുന്നത്. അപ്പോൾ ഫൈനൽ റൗണ്ടിൽ ഇതിലും കുറഞ്ഞ സ്പീഡിൽ ഓടിയെത്തുന്ന ആളുകൾക്കായിരിക്കും ട്രോഫി ലഭിക്കുക. ഏറ്റവും കുറവ് സമയം ഓടിയെത്തുന്ന ആൾക്കാണ് ഇവിടെ ട്രോഫി ഉള്ളത്. അതുപോലെ തന്നെ ഈ കാളകളൊക്കെ ഈ മത്സരത്തിന് ഒരുക്കാനും മത്സരത്തിന് സജ്ജമാക്കാനും ഒക്കെ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ കാളകളുടെയും മുതലാളിമാർ, ടീം ഉടമസ്ഥർ ചിലവഴിക്കുന്നത്. അതിൻ്റെ ഒരു അനുഭവക്കാരനാണ് നമ്മുടെ വീരാക്ക. പോരൂർ പഞ്ചായത്തിലുള്ള കോട്ടക്കുന്ന് സ്വദേശിയായിട്ട് വീരാക്കൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. സാമ്പത്തിക നഷ്ടം ആലോചിച്ചിട്ടാണ് നിർത്തിയ പരിപാടി അല്ലേ? സാമ്പത്തിക നഷ്ടം ആലോചിച്ചിട്ടാണ് പരിപാടി. ഭയങ്കര പൈസ, കണ്ടമാനം പൈസ. ഞങ്ങൾ നെയ്യലുക, കോഴിമുട്ട, നുടുമ്പ് മറ്റൊക്കെ തിന്നാൻ കൊടുത്ത് ഭയങ്കര നോക്കിയിരുന്നതാണ്. ഞങ്ങൾ ഒരുപാട് കപ്പ് വാങ്ങിക്കണം മേഡം. ഇത് വിൽക്കാൻ പറ്റും. ഇനി ഫൈനൽ റൗണ്ട് ആരംഭിക്കാനുള്ള നടപടികളാണ് കണ്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടത്തിൻ്റെ വരമ്പെന്ന് ഒരു നിശ്ചിത അകലം ഇടപെട്ടിട്ട് 4 കുറ്റികൾ, എൻ്റെ കാളകൂട്ടുകാരുടെ ഭാഷയിൽ പൊന്ത എന്ന് പറയും, ഈ പൊന്ത സ്ഥാപിക്കും. അതിൽ ഒരു ബോൾ വെക്കും. അപ്പോൾ ഈ ഓടി വരുന്ന കാളകൾ ഈ ബോൾ തട്ടാതെ വേണം ഫിനിഷിംഗ് ലൈനിൽ എത്താൻ. ഇങ്ങനെ എത്തുന്ന കാളകളിൽ ഏറ്റവും കുറവ് സമയം ഈ റൗണ്ട് എടുത്ത കാള ടീമിനെയാണ് ട്രോഫി കിട്ടുക. അപ്പോൾ ഇവിടെ 77 ജോഡി കാളകളാണ് മത്സരിക്കുന്നത്. ഉത്തര കേരളത്തിൽ നിന്ന് കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ നിന്നായിട്ട് 77 ജോഡി കാളകളാണ് ഇവിടെ ഉള്ളത്. ഇനി നടക്കുന്ന ഫൈനൽ റൗണ്ട് മത്സരമാണ്. ഇവിടെ നിന്നുള്ള കാളപൂട്ട് മത്സരത്തിൽ വിജയികളെ കണ്ടെത്തുക. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കമ്മിറ്റി അംഗങ്ങൾ. അതുപോലെ മലപ്പുറം ജില്ലയിലെ കാളപൂട്ട് അസോസിയേഷൻ അംഗങ്ങളാണ് ഈ സ്റ്റേജിലിരിക്കുന്നവരൊക്കെ. ഒക്കെ തലമുതിർന്ന കാരണവന്മാർ, ഇതിൻ്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന ആളുകളൊക്കെയാണ്. വർഷങ്ങളായി സ്റ്റേജിന് മുന്നിൽ അന്വേഷിക്കുന്നു. മൂന്നാം നില കുഞ്ഞു പഠിക്കാൻ പ്രദേശത്തേക്ക് നല്ല കണ്ണപ്പകളാണ് എന്ന് അനൗൺസ്മെന്റ് ചെയ്യുമ്പോൾ ഒരു കാലവശാലും കൊടി കാറ്റാൻ പാടില്ല. ഫൈനൽ മത്സരത്തിന് റഫറിമാർക്കും മത്സരാർത്ഥികൾക്കൊക്കെയുള്ള നിർദ്ദേശങ്ങളാണ് സ്റ്റേജിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ബോള് ഈ പൊന്തയിൽ നിന്ന് തട്ടിക്കഴിഞ്ഞാൽ ഫൗളാണ്. അതിനവിടെ ഓരോ 4 മൂലകളിലും റഫറിമാരുണ്ട്. അതുപോലെ തന്നെ ഫൈനൽ മത്സരത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങ് ഈ വടി കൊടുത്തുകൊണ്ടാണ് ഉദ്ഘാടനം നടത്തുക. അങ്ങനെ ഇതിൻ്റെ കാളപൂട്ട് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വടി കൊടുത്തുകൊണ്ട് ഇതിൻ്റെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന രംഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അങ്ങനെ ഫൈനൽ റൗണ്ട് ആരംഭിച്ചു കഴിഞ്ഞു. പോയോ
അങ്ങനെ 77 ടീമുകളിൽ ഏറ്റവും കുറഞ്ഞ സമയമെടുത്ത ടീമാണ് ജയിച്ചത്. 13.54 സെക്കൻഡ് കൊണ്ട് ഇത് ഓടിയെത്തിയ കരുണിയൻ മോൻ ഒതുക്കങ്ങളിൽ എന്ന പേരുള്ള ടീമാണ് ഇവിടെ ജയിച്ച് കപ്പടിച്ചത്. ബാക്കി കുറേ ടീമുകൾ പവലായിട്ട് സമയത്തിൻ്റെ മത്സര സമയത്തിൻ്റെ ആധിക്കുന്നുണ്ട്. അതായത് കൂടുതൽ സമയമെടുത്തതിനാലൊക്കെ പുറന്തള്ളപ്പെടുകയുണ്ടായി. ഒന്നാം സ്ഥാനം എടുത്തത് 13.54 ഒന്നാമത്തെ സമയം. അങ്ങനെ ഒരു ഏകദേശം ഒരു വൈകുന്നേരം വരെ നീണ്ട മത്സരത്തിൻ്റെ ആവേശകരമായ മത്സരത്തിൻ്റെ അവസാനം 13.54 എന്ന സമയത്തിന് കരുണിയൻ ആളുടെ ഒതുക്കങ്ങളുള്ള ആളുടെ ടീമാണ് ഈ മത്സരത്തിലൂടെ ഈ കുളങ്ങര കാളപൂട്ടുകണ്ടത്തിൽ നടന്ന മത്സരത്തിൽ വിജയിയായത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്ത് അഭിപ്രായം രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി.